വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഹോദരിയായ വിശുദ്ധ സ്കൊളാസ്റ്റിക്ക ചെറുപ്പം മുതലേ തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. സഹോദരൻ മോണ്ടെ കാസിനോയിലേക്ക് പോയതിനു ശേഷം അവിടെ അദ്ദേഹം തൻ്റെ പ്രശസ്തമായ ആശ്രമം സ്ഥാപിച്ചു. പ്ലോംബേറിയോളയിൽ അവർ താമസമാക്കി. അവിടെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആശ്രമത്തിൽ നിന്ന് ഏകദേശം 5 മൈൽ അകലെയുള്ള കന്യാസ്ത്രീകളുടെ ഒരു ആശ്രമം അവർ സ്ഥാപിച്ചു. വിശുദ്ധ ബെനഡിക്റ്റ് തൻ്റെ സഹോദരിയെയും കന്യാസ്ത്രീകളെയും നയിച്ചതായി തോന്നുന്നു. വർഷത്തിലൊരിക്കൽ അവൾ തൻ്റെ സഹോദരനെ സന്ദർശിച്ചു. തൻ്റെ ആശ്രമത്തിൽ പ്രവേശിക്കാൻ അവൾക്ക് അനുവാദമില്ലാത്തതിനാൽ അദ്ദേഹം തൻ്റെ ചില സഹോദരന്മാരോടൊപ്പം കുറച്ച് അകലെയുള്ള ഒരു വീട്ടിൽ അവളെ കാണാൻ പോയി. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഈ സന്ദർശനങ്ങൾ അവർ ചിലവഴിച്ചത്. ഒരു സന്ദർഭത്തിൽ അവർ പതിവ് പോലെ പ്രാർത്ഥനയിലും ഭക്തിപരമായ സംഭാഷണത്തിലും സമയം ചെലവഴിച്ചു. വൈകുന്നേരം അവർ ധ്യാനിക്കാൻ ഇരുന്നു. അടുത്ത ദിവസം വരെ തൻ്റെ സഹോദരനോട് അവിടെ തന്നെ തുടരാൻ വിശുദ്ധ സ്കൊളാസ്റ്റിക്ക അപേക്ഷിച്ചു. വിശുദ്ധ ബെനഡിക്റ്റ് തൻ്റെ ആശ്രമത്തിന് പുറത്ത് രാത്രി ചെലവഴിക്കാൻ വിസമ്മതിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിനോ അദ്ദേഹത്തിൻ്റെ സഹചാരികൾക്കോ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത വിധം അവൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു. ശക്തമായ ഇടിമിന്നൽ ഉണ്ടായതിനാൽ വിശുദ്ധ ബെനഡിക്റ്റിനോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കോ വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. അവർ രാത്രി ആത്മീയ സമ്മേളനങ്ങളിൽ ചെലവഴിച്ചു. പിറ്റേന്ന് രാവിലെ അവർ പിരിഞ്ഞു, ഭൂമിയിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ. 3 ദിവസത്തിന് ശേഷം വിശുദ്ധ സ്കൊളാസ്റ്റിക്ക മരിച്ചു. അവളുടെ വിശുദ്ധ സഹോദരൻ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറുന്നത് ഒരു ദർശനത്തിൽ കണ്ടു. അവളുടെ മൃതദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തൻ്റെ സഹോദരന്മാരെ അയച്ചു. അത് താൻ തനിക്കായി ഒരുക്കിയ കല്ലറയിൽ വെച്ചു. ഏകദേശം 543 അവൾ മരിച്ചത്. താമസിയാതെ തന്നെ വിശുദ്ധ ബെനഡിക്റ്റും അവളെ അനുഗമിച്ചു.